എളിയ ശ്രമങ്ങൾക്ക് വലിയ ഫലമുണ്ടാകുമെന്ന് നമ്മെ ബോധ്യപ്പെടുത്തുകയാണ് ബീഹാർ കിഷൻഗഞ്ചിലെ ഖുർത്തുബ ക്യാമ്പസും അതിന്റെ ബഹുമുഖമായ വിദ്യാഭ്യാസ ശാക്തീകരണ പദ്ധതികളും. ഒരു സ്ഥാപനം എന്നതിനപ്പുറം ഖുർത്തുബ പിന്നാക്കം നിൽക്കുന്നൊരു പ്രദേശത്തെ അറിവിലൂടെ പുനർനിർമ്മിക്കുന്ന ഒരു ദീർഘകാല യാത്രാസപ്പരിയാണ്. ഇവിടം 80% കുട്ടികൾ 8-ൽ പഠനം നിർത്തുന്നു. ആഗ്രഹക്കുറവ് കൊണ്ടല്ല, ജീവിതഭാരങ്ങൾ ഏറ്റെടുക്കേണ്ടി വരുന്നതുകൊണ്ട്, മാതാപിതാക്കൾക്ക് അറിവില്ലാത്തതുകൊണ്ട്, ദിശാബോധമുള്ള ഉമറാക്കളും സാമൂഹിക നേതൃത്വവും ഇല്ലാത്തതുകൊണ്ട്. ദാരിദ്ര്യത്തെക്കാൾ വലിയ നിരാശയാണ് എങ്ങും. മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായിട്ടും ഭൂരിപക്ഷത്തിനും പ്രാഥമിക മതബോധമില്ല. ഖുർആൻ ഓതാൻ അറിയില്ല. ഇവിടെയാണ് ഖുർത്തുബ ജനിച്ചത്. ദാനം നൽകാനല്ല, ദിശ നൽകാൻ. പുറത്തുനിന്നുള്ള താൽക്കാലിക ഇടപെടലല്ല, അകത്തുനിന്ന് തന്നെ ഒരു നേതൃത്വത്തെ വളർത്തിയെടുക്കാൻ. കേരളത്തിന് പുറത്തെ പ്രവർത്തനങ്ങൾ ഒരു പ്രധാന ലക്ഷ്യമാക്കി 1986 സ്ഥാപിതമായ ദാറുൽ ഹുദയുടെ ദർശനമാണ് ഇതിന് പ്രചോദനം. അതൊരു ദൗത്യമായി ഏറ്റെടുത്ത് വിവിധ പദ്ധതികൾ ഒരുക്കുന്ന ഹാദിയയാണ് ഇതിന്റെ മേൽനോട്ടം. എല്ലാ നന്മകൾക്കും തണലായി നിൽക്കുന്ന പാണക്കാട് കുടുംബത്തിലെ സയ്യിദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ ചെയർമാനായും ഡോക്ടർ സുബൈർ ഹുദവി ഡയറക്ടറുമായൊരു സംഘം. നിങ്ങൾ അനേകം പേരുടെ പ്രാർത്ഥനയുടെയും പിന്തുണയുടെയും കരുത്തിലാണ് ഇത് ഇവിടമെത്തിച്ചത്. 2017 മർഹൂം അബ്സാർ ഭായിയുടെ നേതൃത്വത്തിലുള്ള സംഘം ദാറുൽ ഹുദയിൽ വന്നത്. കേരള മുസ്ലിങ്ങളുടെ ഉയർച്ചയുടെ അടയാളങ്ങൾ നേരിൽ കണ്ടത്. അവരുടെ നിരന്തര വിളികൾ, വേദനകൾ ഹാദിയ കേട്ടു. 2018 ഒരു സംഘത്തെ ഹാദിയ കിഷൻഗഞ്ചിലേക്ക് അയച്ചു. സഹായവുമായല്ല, സഹവാസത്തിന് ഇവിടെ നിന്ന് പണിയെടുക്കാൻ. 1 വർഷം നീണ്ട സീമാഞ്ചലിന്റെ ഉള്ളറയിലേക്കുള്ള യാത്രകൾ. ഗ്രാമങ്ങൾ, വീടുകൾ, ആളുകൾ, കണ്ണീരും പ്രതീക്ഷയും പരിഹാര ചിന്തകൾ. അന്ന് ആ സംഘം എഴുതിവെച്ച ഓരോന്നും മുൻഗണനാ ക്രമപ്രകാരം രൂപപ്പെടുകയാണ് ഇന്ന് ഖുർത്തുബക്ക് കീഴിൽ. ഇപ്പോൾ ബീഹാറിലെ 300-ലേറെ ഗ്രാമങ്ങളിൽ ഹാദിയ മക്തബുകൾ മക്കൾക്ക് അടിസ്ഥാന ദീൻ നൽകുന്നു. സ്കൂളുകളിൽ പോകാൻ മക്കളെ പ്രേരിപ്പിക്കുന്നു. ഖുർത്തുബ സംരംഭമായ പ്രയാൺ ഫൗണ്ടേഷൻ ഗ്രാമീണ ലേണിംഗ് സെന്ററുകൾ വഴി സ്കൂൾ ഡ്രോപ്പ് ഔട്ടുകളായ കുട്ടികളെ പഠനവഴികളിൽ തിരിച്ചെത്തിക്കുന്നു. കരിയർ എഡ്യൂക്കേഷൻ മേഖലയിലേക്ക് കൗമാരക്കാരെ തിരിച്ചുവിടുന്നു. ഓരോ വർഷവും 20 കുട്ടികളെ പ്രത്യേകം തിരഞ്ഞെടുക്കുന്ന ഖുർആൻ അക്കാദമി വ്യവസ്ഥാപിതമായും ആധുനികമായും ഖുർആൻ പഠനം നടത്തുന്നതിന് ഒരു മാതൃകയായി മാറിക്കഴിഞ്ഞു. ഗ്രാമീണ തലങ്ങളിൽ മതബോധനം നൽകാൻ കഴിയുന്ന നേതൃത്വത്തെ വാർത്തെടുക്കുന്ന ഇഹ്സാൻ ഇൻസ്റ്റിറ്റ്യൂട്ട്, മൂല്യബോധത്തോടെ മികച്ച ഭൗതിക വിദ്യാഭ്യാസം നൽകുന്ന ഖുർത്തുബ പബ്ലിക് സ്കൂൾ, അനാഥ മക്കൾക്ക് സംരക്ഷണവും ഉന്നത പഠനവും നൽകുന്ന കാഫിൽ ഇൻസ്റ്റിറ്റ്യൂട്ട്, ചുറ്റുപാടുള്ള 25ഓളം മൊഹല്ലകളിൽ സമഗ്ര വികസനം ലക്ഷ്യം വെച്ച് ഖുർത്തുബയിലെ സീനിയർ വിദ്യാർത്ഥികളുടെ ഉത്തരവാദിത്വത്തിൽ നടക്കുന്ന മഹല്ല ഡെവലപ്മെന്റ് പ്രവർത്തനങ്ങൾ എല്ലാം വിദ്യ കൊണ്ട് ശക്തരാവുക എന്ന ഖുർത്തുബയുടെ ലക്ഷ്യത്തിലേക്ക് നയിക്കുന്ന പ്രവർത്തനങ്ങളാണ്. 2019 പരിമിത സൗകര്യങ്ങളുള്ള വാടക കെട്ടിടത്തിൽ തുടങ്ങിയ ലീഡർഷിപ്പ് അക്കാദമിയാണ് ഖുർത്തുബയുടെ ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാം. വൈവിധ്യമാർന്ന അനേകം പദ്ധതികൾക്കും സംരംഭങ്ങൾക്കും നേതൃത്വം നൽകാൻ പരിശീലനം നേടുകയാണ് ഇവിടുത്തെ മക്കൾ. വിശാലമായ ഈ ക്യാമ്പസിലെ പഠനം സിലബസിൽ ഒതുങ്ങുന്നില്ല. മക്കൾ ആത്മവിശ്വാസം പഠിക്കുന്നു, ഉത്തരവാദിത്ത ബോധം നേടുന്നു, നേതൃത്വ ഗുണങ്ങൾ സ്വാംശീകരിക്കുന്നു, സാമൂഹിക പുരോഗതിക്കും രാഷ്ട്ര നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും ആവശ്യമായ വിഭവങ്ങൾ സമാഹരിക്കുന്നു. ഖുർത്തുബ ഒരു ക്യാമ്പസ് മാത്രമല്ല, ആളുകളുടെ അഭയകേന്ദ്രമാണ്. മക്കളുടെ വിദ്യാഭ്യാസത്തിനായി, ജോലിക്കായി, കോഴ്സുകൾ സംബന്ധമായ ഉപദേശത്തിനായി, ചികിത്സാ നിർദ്ദേശങ്ങൾക്കുമായി മൊഹല്ലകൾ എങ്ങനെ വികസിപ്പിക്കണമെന്നറിയാൻ, സ്കൂളുകൾക്കും മദ്രസകൾക്കും നല്ല അധ്യാപകരെ കിട്ടാനുമൊക്കെ പലവിധ ആളുകൾ ഖുർത്തുബയിലെത്തുന്നു.
സംവിധാനങ്ങളെക്കുറിച്ച് പഠിച്ച് അനുകരിക്കാൻ, വെറുതെ കണ്ട് സന്തോഷിക്കാൻ, അഫിലിയേഷൻ തേടി, ഇങ്ങനെ പല രീതിയിൽ അവർ കുർത്തുബയെ സമീപിക്കുന്നു. കുർത്തുബയുടെ ഏറ്റവും വലിയ ഇമ്പാക്റ്റ് അത് കൊണ്ടുവരുന്ന സാംസ്കാരിക മാറ്റമാണ്. മക്കളിൽ, അവരുടെ കുടുംബങ്ങളിൽ, ചുറ്റുപാടുള്ള സമൂഹങ്ങളിൽ, ചിന്തകളിലും സംസ്കാരത്തിലും പ്രകടമാകുന്ന മാറ്റങ്ങൾ. മിതത്വവും സേവന മനോഭാവവും ഉത്തരവാദിത്വവും മറ്റുള്ളവരും തങ്ങളോടൊപ്പം വളരണമെന്ന ചിന്തയും കുർത്തുബ വളർത്തുന്നുണ്ട്. ഈ യാത്രയിൽ നിങ്ങളില്ലാതെ ഞങ്ങൾക്ക് മുന്നോട്ടു പോകാൻ കഴിയില്ല. ഒരു വർഷം ഒരു കുട്ടിയുടെ ചിലവിലേക്ക് 45,000 ഇന്ത്യൻ രൂപ നൽകുന്നത് ഒരിക്കലും വൃഥാവിലാവില്ല. അതൊരു കുടുംബത്തിലെ നിരാശ അവസാനിപ്പിക്കലാണ്. ഒരു ഉമ്മയുടെ ദുആക്ക് ഉത്തരം നൽകലാണ്. ഒരു നാടിനെ മാറ്റിമറിക്കലാണ്. അഭിമാനകരമായ അസ്തിത്വത്തിലേക്ക് ഉത്തരേന്ത്യയിലെ ഉമ്മത്തിനെ വളർത്താനുള്ള ഒരു വലിയ നിക്ഷേപമാണ്. ഈ ദൗത്യത്തിൽ നിങ്ങൾ കുർത്തുബയോടൊപ്പം ഉണ്ടാകണം.